നമസ്കാരം. മതം ഹറാമാക്കിയ ലഹരി വസ്തുക്കൾ തന്നെയാണ് അഫ്ഗാനിലെ താലിബാന്റെയും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ പ്രധാന വരുമാന മാർഗം. അഫ്ഗാനിൽ താലിബാൻ കുടിൽ വ്യവസായം പോലെയാണ് കറുപ്പ് വളർത്തുന്നത്. ഇത് ഹെറോയിനാക്കി പാകിസ്ഥാനിലെത്തിക്കുന്നതിലൂടെയാണ് ഭീകരതയുടെ ഡ്രഗ് മണി സൈക്കിൾ പുഷ്ടിപ്പെടുന്നത്. ഇത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ പഞ്ചാബിലേക്കും എത്തിക്കുകയാണ് അടുത്ത ഘട്ടം. ഇന്ന് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നിടത്തേക്ക് മാറിയിരിക്കുകയാണ് പഞ്ചാബ്. ഇങ്ങനെ കിട്ടുന്ന ശതകോടികളുടെ പണം ഹവാല വഴി പോകുന്നത് കാശ്മീരിലേക്കാണ്. അതാണ് ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള സംഘടനകൾക്ക് വളമാവുന്നത്. ഇത് NIA കണ്ടെത്തിയ നാർക്കോ ഭീകരതയുടെ റൂട്ട് മാപ്പാണ്. നേരത്തെയും നാർക്കോ ടെററിസത്തിന്റെ വേരൊറുക്കാൻ ഇന്ത്യ ഏറെ ശ്രമിച്ചിരുന്നു. അതിൽ നിർണായകമായ മുന്നേറ്റമുണ്ടായ ദിവസമാണ് കടന്നു പോകുന്നത്. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രമുഖ നാർക്കോ തീവ്രവാദി ഇക്ബാൽ സിംഗ് എന്ന ഷേറയെ ദേശീയ അന്വേഷണ ഏജൻസി പോർച്ചുഗലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഷേറ വഴി നാർക്കോ ഭീകരതയുടെ നടുവൊടിക്കാൻ കഴിയുമെന്നാണ് NIA കരുതുന്നത്. ഇക്ബാൽ സിംഗ് എന്ന ഷേറ പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലാണ് ജനിച്ചത്. മോശമായ സാഹചര്യങ്ങളിലാണ് ഇക്ബാൽ സിംഗ് വളർന്നത് എന്നാണ് NIAയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇയാളുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വ്യക്തിഗതമായ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. അതിർത്തി പ്രദേശങ്ങളിലെ യുവാക്കളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ സ്വാധീന വലയത്തിലേക്ക് ഷേര കൗമാരപ്രായത്തിൽ തന്നെ ആകർഷിക്കപ്പെടുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള അമൃത്സറിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മുതലെടുത്താണ് ഇക്ബാൽ സിംഗ് കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഹെറോയിൻ കടത്തുന്ന സംഘങ്ങളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചു. മയക്കുമരുന്ന് വിതരണത്തിനായി പഞ്ചാബ് കേന്ദ്രീകരിച്ച് ഇയാൾ സ്വന്തമായി ഒരു ഗുണ്ടാ സംഘവും വിപുലമായ ശൃംഖലയും രൂപീകരിച്ചു. പാകിസ്ഥാനിൽ നിന്ന് പാറയുപ്പ് ഇറക്കുമതി ചെയ്യുന്നതിന്റെ മറവിലായിരുന്നു പ്രധാനമായും മയക്കുമരുന്ന് കടത്ത്. 2018-നും 2020-നും ഇടയിൽ ഇയാൾ 6ഓളം വലിയ ഹെറോയിൻ കൺസൈൻമെന്റുകൾ ഇന്ത്യയിൽ എത്തിച്ചു. 2019 ജൂണിൽ അമൃത്സറിലെ അട്ടാരി അതിർത്തിയിൽ വെച്ച് കസ്റ്റംസ് വിഭാഗം 532 കിലോ ഹെറോയിൻ പിടികൂടിയ വലിയ കേസിൽ ഇക്ബാൽ സിംഗ് പ്രധാന പ്രതിയായിരുന്നു. ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ എന്നതിലുപരി പാകിസ്ഥാനിലെ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരുമായി ഇയാൾ നേരിട്ട് കൈകോർത്തു. മയക്കുമരുന്ന് വിറ്റ് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ ഹവാല വഴി പാകിസ്ഥാനിലേക്കും കശ്മീരിലെ ഹിസ്ബുൾ ഭീകരർക്കും കൈമാറുന്ന പ്രധാനിയായി ഷേര മാറി. കൊല്ലപ്പെട്ട ഹിസ്ബുൾ കമാൻഡർ റിയാസ് നൈഗുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഇന്ത്യയിൽ ഈ പണം വിതരണം ചെയ്തതെന്ന് പിന്നീട് തെളിഞ്ഞു. കൊല്ലപ്പെട്ട ഹിസ്ബുൾ ഭീകരൻ റിയാസ് നൈഗുവിന്റെ അടുത്ത അനുയായിയായ ഹിലാൽ അഹമ്മദ് ഷെർഗോജ്രി എന്ന ഭീകരനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഡ്രഗ് മണിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ഇയാളിൽ നിന്നും പിന്നീട് മറ്റ് സംഘാംഗങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പണം കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഷേരയുടെ പേര് പുറത്തുവരുന്നത്. പഞ്ചാബ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നാൽ പിടി വീഴുമെന്ന് ഷേര മനസ്സിലാക്കി. ഇതോടെ 2020-ൽ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഇയാൾ പോർച്ചുഗലിലേക്ക് മുങ്ങി. വ്യാജ യാത്രാരേഖകളും അന്താരാഷ്ട്ര നാർക്കോ തീവ്രവാദ ശൃംഖലയുടെ സഹായം ഉപയോഗിച്ചാണ് ഷേര ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കടന്നത്. തന്റെ യഥാർത്ഥ പേരും വിലാസവും മറച്ചുവെക്കാൻ ഇയാൾ മറ്റൊരു പേരിൽ വ്യാജ പാസ്പോർട്ടും അനുബന്ധ യാത്രാരേഖകളും സംഘടിപ്പിച്ചു. NIAയുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാന കൂട്ടാളിയും പഞ്ചാബ് സ്വദേശിയുമായ സർവാൻ സിംഗ് ആണ് രക്ഷപ്പെടാൻ സഹായിച്ചത്. ഇവർ രണ്ടുപേർക്കുമെതിരെ NIA മുൻപ് ലുക്കൌട്ട് നോട്ടീസും പ്രതിഫലവും പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ തലവന്മാരിൽ ഒരാളായ രഞ്ജിത് സിംഗ് എന്ന ചീറ്റയുടെ സഹോദരനാണ് സർവാൻ സിംഗ്. ചീറ്റയും സർവാനും ചേർന്ന് പഞ്ചാബിലും പുറത്തും മയക്കുമരുന്ന് പണം കൈകാര്യം ചെയ്യാനും പ്രതികൾക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കാനും വലിയൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിയിരുന്നു. ഇതാണ് ഷേരയ്ക്കും തുണയായത്. പോർച്ചുഗലെത്തിയ ശേഷവും പ്രാദേശികമായി അവിടെയുള്ള ചില കുറ്റവാളി സംഘങ്ങളുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദീന്റെയും ISIയുടെയും അന്താരാഷ്ട്ര സ്ലീപ്പർ സെല്ലുകളാണ് വ്യാജരേഖകൾ ഉപയോഗിച്ച് യൂറോപ്പിൽ തുടരാൻ ഇയാൾക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയത്. പോർച്ചുഗലിലും ഷേര അടങ്ങിയിരുന്നില്ല. ഇയാൾ അവിടുത്തെ പ്രാദേശിക കുറ്റകൃത്യങ്ങളിലും പങ്കാളിയാവുകയും തുടർന്ന് അവിടെ 5 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യ 2020 ഒക്ടോബറിൽ ഇയാൾക്കെതിരെ നോൺ ബെയിലബിൾ വാറന്റ് പുറപ്പെടുവിക്കുകയും 2021 ജൂണിൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ദീർഘകാലത്തെ കഠിനമായ നിയമ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് പോർച്ചുഗൽ അധികൃതരിൽ നിന്നും ഇയാളെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ NIAക്ക് അനുമതി ലഭിച്ചത്. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള നാർക്കോ തീവ്രവാദ ശൃംഖലകൾ തകർക്കുന്നതിൽ ഈ അറസ്റ്റ് വലിയൊരു വിജയമായിട്ടാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത്.